നമസ്കാരം. ആദ്യ രാത്രിയിൽ വരന്റെ സുഹൃത്തുക്കൾ കാട്ടിക്കൂട്ടിയ ആഭാസത്രം കാസർഗോഡ് പള്ളിക്കരയിൽ ചർച്ചയാകുകയാണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് മാണിക്കോത്ത് നിന്ന് മണവാളനായ പ്രവാസിയോടൊപ്പം പള്ളിക്കരയിലെ വധുഗൃഹത്തിലെത്തിയ കൗമാരക്കാരായ സുഹൃത്തുക്കൾ ആദ്യ രാത്രി വരനോടൊന്നിച്ച് മണിയറയിൽ കഴിഞ്ഞത്. ഇതാണ് വലിയ ചർച്ചയ്ക്ക് കാരണമായി മാറിയിരിക്കുന്നത്. കല്യാണ രാത്രിയിൽ വിരുന്ന് സൽക്കാരത്തിന് ആദരവോടെ വരനെയും കൂട്ടുകാരെയും സ്വീകരിച്ച വധുവിന്റെ ബന്ധുക്കളുടെ അഭ്യർത്ഥന പോലും നിരാകരിച്ചാണ് വരന്റെ കൂടെ എത്തിയ ചില സുഹൃത്തുക്കൾ വിവാഹ വീട്ടിൽ ആഭാസത്രങ്ങൾക്കും ദുഷ്പ്രവർത്തികൾക്കും നേതൃത്വം നൽകിയത്. ആഘോഷത്തിന്റെ മറവിൽ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ കാരണം ആദ്യ രാത്രി വധുവിന് മണിയറയിൽ 4 മണി വരെ പ്രവേശിക്കാനാവാതെ മാറി നിൽക്കേണ്ടി വന്ന സംഭവം വധുവീട്ടുകാരെയും പ്രദേശവാസികളെയും കുടുംബാംഗങ്ങളെയും രോഷാകുലരാക്കി. സമാന രീതിയിലുള്ള മറ്റൊരു സംഭവം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ഉദുമയിൽ നടന്നിരുന്നു. വരന്റെ സുഹൃത്തുക്കൾ വരനെ കാറിലിട്ട് പുലരുവോളം പല വഴി സഞ്ചരിച്ച് രാവിലെ വധുവിന്റെ വീട്ടിൽ തിരിച്ചെത്തിച്ച സംഭവം ബന്ധുക്കൾക്കിടയിലും നാട്ടുകാർക്കിടയിലും വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. പവിത്രമായ വിവാഹവേളകൾ ഇസ്ലാം വിരുദ്ധവും തെറ്റുകളുടെ വിഭവ കേന്ദ്രങ്ങളായി മാറ്റുന്ന യുവാക്കളുടെ തോന്നിയാസങ്ങൾക്കെതിരെ മുസ്ലിം സംഘടനകൾ നിഷ്ക്രിയത്വം പാലിക്കുന്നത് ഇത്തരക്കാർക്ക് പ്രോത്സാഹനമായി മാറുകയാണ്. മുസ്ലിം വിവാഹ വീടുകളിൽ സമീപകാലത്തായി നടന്നു വരുന്ന വിവാഹത്തിന്റെ പേരിലുള്ള അധാർമികപരമായ പ്രവർത്തനങ്ങൾക്കെതിരെ മഹൽ കമ്മിറ്റികൾ, അതായത് പ്രദേശത്തെ പള്ളികളുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രതികരിക്കാത്തതും നടപടി സ്വീകരിക്കാത്തതും വിവാഹ വീടുകൾ തിന്മകളുടെ കേന്ദ്രങ്ങളാവാൻ കാരണമാകുന്നുണ്ട്. സാധാരണക്കാരായ രക്ഷിതാക്കൾ തന്റെ മകളുടെ ഭാവി ജീവിതം ഓർത്ത് പലപ്പോഴും സഹിച്ചും ക്ഷമിച്ചും നിൽക്കുകയാണ്. പക്ഷേ ആ മനസ്സ് നേറിയ നിങ്ങളോടുള്ള വെറുപ്പാണ്. ഒരു കല്യാണം അത് നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ ഒരു കുടുംബം അനുഭവിക്കുന്ന യാതനകൾ ഈ വരുന്ന വിരുന്നുകാർ മനസ്സിലാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ ഇനി ആവർത്തിച്ചാൽ കൃത്യമായ പ്രതികരണം ഉണ്ടാകുമെന്നും അവസാനം നാണം കെട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുതെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പവിത്രമാണ് കല്യാണം. അതിന്റെ യശസ് കെടാതെ സൂക്ഷിക്കേണ്ടതും ഓരോരുത്തരുടെയും ഉത്തരവാദിത്യമാണെന്ന് ഓർമ്മപ്പെടുത്തലോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.